ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടിയാര. അതായത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഹെയർ ബോ ചെയ്യുന്ന പോലെ തന്നെ ക്ലിപ്പുകളിലെല്ലാം നമ്മളിങ്ങനെ ഒരു ലേസ് പോലെ നമുക്ക് കിട്ടാറില്ലേ? ഇങ്ങനെ ഇപ്പൊ ലേഡീസ് ചോയ്സിലെല്ലാം അവൈലബിൾ ആണ്. നമുക്കത് ഈർക്കിലി സ്ലൈഡ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി വെക്കാൻ പറ്റും. അത് നമ്മൾ ബ്രൈഡൽ വെയറിനൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഫ്രണ്ടിലും പോർഷനിലും ചെയ്യാറുണ്ട്, ബാക്ക് വശത്തും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബ്രൈഡൽ വെയേഴ്സിന്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനെല്ലാം പോകുമ്പോൾ എല്ലാം ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിപ്പിന് പകരം നമ്മൾ ഇങ്ങനെ ജസ്റ്റ് മുടിയെടുത്ത് കെട്ടിയിട്ട് ആ ബാക്കിൽ ഇങ്ങനെ ഒരു ബോ പോലെ ചെയ്തു വയ്ക്കുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് ടിയാര എന്നുള്ളത്. അത് നമുക്ക് നമ്മൾ ഈ ബീഡ്സും സംഭവങ്ങളും ഒക്കെ കൊണ്ട് പരിചരിക്കുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു മാല ചെയ്ത ഒരു വീഡിയോ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്കായിട്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പം ഞാൻ ആ മാല ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മളൊരു ഡിസൈനർ വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡിസൈനർ വെയറിൽ യൂസ് ചെയ്ത അതേ ബീഡ്സും സ്റ്റോൺസും എല്ലാം നമ്മൾ ഉപയോഗിച്ച് ഒരു നെക്ലേസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു യൂണിഫോമിറ്റി എന്ന് നമ്മൾക്ക് പറയാം. കാരണം ഒരുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു പറഞ്ഞല്ലോ. അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ടിയാര എന്നുള്ളത്. അതും കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീഡ്സും ആ സ്റ്റോൺസും അപ്പൊ നമ്മൾ ഏതാണോ ഡിസൈനർ വെയറിൽ യൂസ് ചെയ്തത് അത് തന്നെ വെച്ചിട്ട് നമ്മൾ ഹെയർ എന്താ പറയാ, ഹെയർ മേക്കപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഹെയർ സ്റ്റൈൽ. ഓക്കെ, അതും കൂടി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാം തമ്മിൽ ഒരുപോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതായിരിക്കും ഏറ്റവും ഭംഗി, അല്ലെങ്കിൽ അതായിരിക്കും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കുക. അപ്പോൾ അതെങ്ങനെയാ ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കി തരുവാണ്. അപ്പൊ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിനാദ്യം വേണ്ടത് ഇത് കണ്ടില്ലേ, 0.3 mm ഒരു കമ്പിയാണ്. ഓക്കെ, ഇങ്ങനത്തെ വരുന്ന കമ്പികളാണ് അതിനാദ്യം വേണ്ടത്. ഇത് 0.4 ഉണ്ട്, 5 mm ഉണ്ട്, അങ്ങനെ ഒത്തിരി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ 0.3 mm ആണ് വാങ്ങിച്ചേക്കുന്നത്. ബ്രോഡ്വേയിൽ ചെന്നപ്പോ ഇത് എനിക്ക് 40 രൂപ ചെലവായി. പക്ഷെ നമ്മൾ RT ചെന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി, 25 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ പൈസ കൂടുതൽ പോയി എന്ന് പറയാം. അപ്പൊ ചിലപ്പോ നമ്മള് ഇപ്പൊ എല്ലാവരും ഹോൾസെയിൽ എന്നും പറഞ്ഞ് ബ്രോഡ്വേയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ആദ്യം അതിനെപ്പറ്റി നമ്മളൊരു സ്റ്റഡി നടത്തണം. അത് മെറ്റീരിയൽസിന്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മളൊരു 2-3 സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അതിന്റെ റേറ്റ് നോക്കുക. പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് ആവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ ഷീമാട്ടി, അല്ലെങ്കിൽ ജയലക്ഷ്മി, കല്യാൺ സിൽക്സ്, പോത്തീസ്, ഇപ്പൊ പോത്തീസ് വന്നിട്ടുണ്ട്, മിലൻ ഡിസൈൻസ്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഷോപ്പുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു താരതമ്യ പഠനം വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ക്വാളിറ്റി വൈസ് അറിയാൻ പറ്റും. ഇപ്പൊ ക്വാളിറ്റി വേണമെന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അല്ല, നോർമൽ ഇപ്പൊ പാൻസിന്റെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ കോമൺ ഒരു ദുപ്പട്ട അല്ലെങ്കിൽ ഒരു ഡിസൈനർ പീസ് അങ്ങനെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞത് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ശരിക്കും പർച്ചേസിങ്ങിന് വേണ്ടി നിങ്ങൾ വരുമ്പോൾ ആദ്യം MG റോഡിൽ നമുക്ക് ഇങ്ങനെയുള്ള മെയിൻ ഷോപ്പുകളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബ്രോഡ്വേയിൽ ചെല്ലുകയാണ് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം. ഓക്കെ, ഞങ്ങളൊരു ഹോൾസെയിൽ മില്ലിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി കൂടുതൽ അറിയണം എന്നുള്ള കൂട്ടുകാര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മള് 3 mm കമ്പി, ഓക്കെ, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഗോൾഡൻ ആണ് എടുത്തത്. എന്റെ കോപ്പർ ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനത്തെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനൊരു ഗോൾഡൻ ബേസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഗോൾഡൻ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ഇങ്ങനെ ഈ മാലയായിട്ട് നമുക്ക് ബീഡ്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതെല്ലാം ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ബീഡ്സ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ആ മാലയായിട്ട് നമുക്ക് ഇല്ലാത്തതാ. ഇങ്ങനെ മാലയായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടിയത്. വലിയ റേറ്റ് ഇല്ല,
എനിക്ക് കറക്റ്റ് ഇപ്പോൾ റേറ്റ് അറിയത്തില്ല കേട്ടോ. വലിയ ഭയങ്കര പൈസയുടെ ഒരു മാലയൊന്നും അല്ല കേട്ടോ. എല്ലാം ഒരു 50 രൂപ താഴെ ഉള്ളൂ. ഓക്കെ, ആ ഒരു ഗോൾഡൻ പാറ്റേൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു വൈറ്റ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡൻ ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്കൊരു ഓണമൊക്കെ വരല്ലേ, അപ്പൊ അങ്ങനെ ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ അതിലാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഇത് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഉള്ള ഒരു ബീഡ്സ് ഉണ്ട്, ഒരു ഓവൽ ബേസിലുള്ള. അപ്പൊ ആ ഒരു ബീഡ്സ് ആണ് പിന്നെ അടുത്തത് എടുത്തേക്കുന്നത്. പിന്നെ റൗണ്ട് ബീഡ്സ് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെയുള്ളൂ. ഗോൾഡൻ ദാ ഇങ്ങനെ ഇതും കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ചെറിയ എമ്മമാണ് കേട്ടോ, വളരെ ഒരു കുഞ്ഞ് ഗോൾഡൻ ആണ് എടുത്തേക്കുന്നത്. പിന്നെ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലൈവായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു സ്റ്റോൺസ് ജസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു നമ്മൾ ഇതിന്റെ വീഡിയോ. ഇങ്ങനെയുള്ള മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്വീഗൻസ് ഫ്ലവർ ആണ്. അപ്പൊ സ്വീഗൻസ് ഫ്ലവറിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, ഒരു ഫ്യൂഷൻ എംബ്രോയിഡറി എന്നുള്ള ടൈറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതാ ഇങ്ങനെ വരുന്നൊരു പ്ലാസ്റ്റിക് ഫ്ലവർ ആണ്. ഓക്കെ, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിസേഴ്സ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തുണി വെട്ടുന്ന കത്രികകൾ ഉപയോഗിക്കാതിരിക്കുക. അത് അറിയാവുന്ന കൂട്ടുകാരായിരിക്കുമെങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രികകൾ വേറെ ഒരു പേപ്പർ പോലും കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യരുത് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു പഴയ കത്രികയാണ്. ഇങ്ങനെയുള്ള ഈ കമ്പിയും അതും ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റോൺസ് ആണ്. അപ്പൊ ഇതിന്റെ ഏത് ഷേപ്പിലും വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇതാ ഒത്തിരി ഷേപ്പ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി ഷേപ്സ് ഉണ്ട്. അത് സൈസ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ ഈ റൗണ്ട് സൈസ് ഉള്ളത് അത് മാത്രമാട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളിതാ ഇതിലേക്ക് ഒരു വൈറ്റ് ബീഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ക്രോസ് ആക്കി വച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ 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 ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇതാ അപ്പം അതിങ്ങനെ കുറച്ച് നീളത്തിൽ കിടക്കും. ഈ ബാലൻസ് വന്നിട്ടില്ലേ, ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു ബീഡ് കയറ്റി കൊടുക്കുക. ഓക്കെ, അതും ഫുള്ളായിട്ട് പോകണ്ട, ഏകദേശം ആ ഒരു ബീഡിൻ്റെ സൈസിൽ തന്നെ വന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഇത് ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ദാ ഇങ്ങനെ പോകുന്ന ഇത് ഇങ്ങനെ ടൈറ്റാക്കി ഒന്ന് കൊടുത്തു പോരുക കേട്ടോ. അപ്പം ആദ്യം ചെയ്യുമ്പോൾ കൂട്ടുകാർക്കൊരു ചെറിയൊരു കൺഫ്യൂഷനോ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്ത് ഒന്ന് കൈ വെച്ച് ശരിക്കും ഒന്ന് ടൈറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി, ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഇതാ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കുറച്ച് പീസുകൾ നമ്മളിതാ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പം ഇത് ഇപ്പം നമ്മൾ വൈറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫെദർ പോലെയുള്ള ഈ ഗോൾഡനും നമ്മൾ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഒരു കുറച്ച് പീസും നമുക്ക് ഈ ഗോൾഡനും ഇതുപോലെ തന്നെ കുറച്ച് പീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഇങ്ങനത്തെ കുറച്ച് പീസുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാ ഇവിടെയും കുറച്ചെണ്ണം ഗോൾഡൻ ഞാൻ അധികം ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളത്തിൽ ഒരു കമ്പി ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു ഗോൾഡൻ ബീഡ് നമ്മുടെ കയറ്റി കൊടുക്കുക. കണ്ടില്ലേ, ഗോൾഡൻ ബീഡ് കയറ്റി കൊടുത്തു. അതിനുശേഷം ഇത് ഏകദേശം നടുക്ക് വെച്ചിട്ട് ഒന്ന് പിരിച്ച് അത് ഒന്ന് സെക്യൂർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാ അതിന് ശേഷം ഇത് മൊത്തമായിട്ടൊന്ന് ഇങ്ങനെ പിരിച്ച് താഴത്തേക്ക് ഇറക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫ്ലവർ സീക്വൻസിലേക്ക് വച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്ലൂ വച്ചിട്ട് ആദ്യം ഈ ഫ്ലവറിൻ്റെ ഈ നമ്മുടെ ആ ഒരു ഡോട്ടില്ലേ, അതായത് നമ്മൾ ഇറക്കുന്ന സ്ഥലമല്ലേ, അവിടെ വച്ചിട്ട് ഒന്ന് ഗ്ലൂ ചെയ്യുക. അതിനുശേഷം ഇത് താഴത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഒട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ ഒട്ടും. നമ്മുടെ B7000 ഗ്ലൂ അങ്ങനത്തെ ആയതുകൊണ്ട് അത് ഇതാ പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനത്തെ കുറച്ച് സെറ്റുകളും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എണ്ണം
ആദ്യമായിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ദാ ഇത്രയും ഐറ്റംസ് ആണ് നമ്മളൊന്ന് കമ്പിക്കകത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഒരു കമ്പി കുറച്ച് ലെങ്തായിട്ട് തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ രണ്ടാക്കിയിട്ട് കുറച്ച് ലെങ്ത്തിൽ അത് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ശരിക്കൊരു റൗണ്ടായിട്ടൊരു വളയം ആദ്യം ഉണ്ടാക്കി എടുക്കണം. അതിനെയാണ് നമ്മുടെ ഈ ക്രിസ്ലൈഡ് എന്ന് പറയില്ലേ, അപ്പോൾ അത് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ കമ്പി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നീളത്തിലെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വച്ചിട്ട് നമ്മളിതാ ഈ ഒരു പീസില്ലേ നമ്മൾ വച്ചേക്കുന്നത്, ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പീസ് ഇതിനോട് ചേർത്ത് ഒന്ന് പിരിച്ചെടുക്കുക. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വച്ചിട്ട് നമ്മൾ ഈ ഒരു ഗോൾഡനും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ദാ ഇവിടെ ഈ ഗോൾഡനും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ പിരിക്കുമ്പോൾ ആ കമ്പിയെല്ലാം കറക്റ്റായിട്ട് ഒന്ന് പിരിച്ചു പോകണം എന്ന് മാത്രം കേട്ടോ. കാരണം തലയിൽ വയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കമ്പികൾ നമുക്ക് കുത്തിക്കയറാനായിട്ട് ഒരിട വരരുത്. ഓക്കെ, ഇതാ നമ്മൾ ഇതങ്ങനെ രണ്ടും സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ജോയിൻ വരുമ്പോൾ ഒന്ന് പിരിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കറക്റ്റായിട്ടൊന്ന് പിരിച്ച് എടുക്കണം. ഓക്കെ, ദാ അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഫ്ലവർ നമ്മുടെ കൊടുക്കുവാണ്. ഓക്കെ, ദാ ഫ്ലവർ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ഗ്ലൂ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറച്ച് നീണ്ടു വരുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് വലുതായിട്ട് ഒക്കെയാണ് വരണമെങ്കിൽ ചെയ്ത് എടുക്കാം. പിന്നെ അതുമല്ല നമുക്കിപ്പോൾ പശ അപ്പം തന്നെ വയ്ക്കണം എന്നില്ല, ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വച്ചാലും മതി. ഓക്കെ, ഇതാ ഇവിടെ ഞാനൊരു 3 ഫ്ലവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടി ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇതാ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയി. നമ്മൾ ഈ ബാക്കിലെ ഈ ഒരു കമ്പിയിലൂടെ ഒരു ബീഡ് വലുത് കയറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം അത് അവിടേക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഏറ്റവും എൻഡിലായിട്ട് അങ്ങ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ അവിടെ അങ്ങനെ ഒരു ജോയിനിങ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പറയുക ആ ഒരു വൈ ഷേപ്പിൽ നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു ബീഡ് വയ്ക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റേ ബീഡ് ഊർന്നു പോരുവാനായിട്ട് ഇടപെടരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് തന്നെ വച്ചിട്ട് അത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാ ഇപ്പോൾ വീണ്ടും നമുക്കൊരു ഗോൾഡൻ ബീഡ് അവിടെ കൊടുക്കാം. ഇങ്ങനെ ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തലയിൽ വയ്ക്കാൻ പാകത്തിനുള്ളതാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഓൾറെഡി എല്ലാം നമുക്ക് ചാനലുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാ അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എന്തൊക്കെയാണോ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചുറ്റി ആ പിരിച്ച് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ വൃത്തിയായിട്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇതാ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമ്പ് എക്സ്ട്രാ പോലെ കൊടുത്തേക്കുവാണ് കേട്ടോ. അത് ഞാൻ അവിടെ ചുറ്റി ഇനി ഒരു ബ്രാഞ്ച് പോലെ. ഓക്കെ, ഞാൻ ദാ ഇപ്പറേ ഒരു ബ്രാഞ്ച് പോലെ കൊടുത്തു. ഓക്കെ, ഇതാ അപ്പോൾ അത് എല്ലാം കൂടി ചേർത്ത് ഒന്ന് പിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, ഇതാ ഇങ്ങനെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി അത് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അഴിഞ്ഞു. ഓക്കെ, ഇതാ ഇനി നമ്മൾ വീണ്ടും ഒരു എന്തെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനൊരു വലിയ ബീഡും കൂടി ഇതിൻ്റെ ലാസ്റ്റിൽ, അപ്പോൾ നമുക്ക്
അപ്പം നീളമെല്ലാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് കറക്റ്റ് മനസ്സിലാവും എവിടെ നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ ബീഡ് എത്ര എണ്ണം വേണം എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ദാ അവിടെ ഞാനൊരു ബീഡും കൂടി കൊടുത്തു. ഓക്കെ, ദാ ഒരു കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് എണ്ണം ആദ്യം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാ വന്നിട്ടുണ്ട്. ഒരു ഫ്ലവറും കൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫ്ലവറാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്ലവറാണ് കുറച്ച് കൂടുതൽ എണ്ണം ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അത് ഇച്ചിരി നീളത്തിൽ ചെയ്താലും കുഴപ്പമില്ല, അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പോയിട്ടില്ലേ ഇതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ ഇങ്ങനെ വച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. ഇനി ഇതിൽ ഞാൻ ഒരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ജസ്റ്റ് ഒരു കമ്പി വീണ്ടും എടുത്തു. അതിന് ശേഷം ആ കമ്പിയിലൊരു റൗണ്ട്, ജസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ കൊടുത്തു. ഒന്ന് നന്നായിട്ട് പിരിച്ച് എടുത്തു. ബീഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു കമ്പി പിരിച്ചെടുത്തു. അതിന് ശേഷം ഇപ്പുറവശം എടുത്തു. ഇതുപോലെ തന്നെ ഇവിടെയും ഒരു റൗണ്ട് കൊടുത്തു. അതിന് ശേഷം ആ വശവും ഇങ്ങനെ പിരിച്ച് കൊണ്ടുവന്നിട്ട്, നമ്മൾ ആദ്യം ബീഡ് വെച്ചിട്ടും ഫ്ലവർ വെച്ചിട്ടും ഒക്കെ ചെയ്തെങ്കിൽ ഇപ്പോൾ ബീഡും ഫ്ലവറും ഒന്നുമില്ലാതെ പ്ലെയിനായിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി നമ്മൾ വച്ചു. അപ്പോൾ ഇങ്ങനെ റൗണ്ടാക്കി ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. ഓക്കെ, ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2-3 എണ്ണവും കൂടി ഞാൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ 3 പീസായിട്ടും ഒക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കാണാം. നമ്മൾ ആ ഒരു പ്ലെയിൻ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയില്ലായിരുന്നോ? അപ്പോൾ അത് ഞാൻ ഇവിടെ 2 അറ്റത്തുമായിട്ട് വീണ്ടും കൊടുത്ത് ഇത് എഡ്ജ് ശരിക്ക് മുറുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് ആയിട്ട് ഇവിടം വരെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം ഇവിടെ മാറ്റി നമുക്കൊന്ന് വയ്ക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ റൂട്ടും കൂടി ഒന്ന് ചെയ്തെടുക്കണം. വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒരു കമ്പി നീളത്തിലെടുത്തു. നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ വൈറ്റാണ് വെച്ചത്, പിന്നെ ഗോൾഡൻ വെച്ചു, പിന്നെ വെച്ചത് 3 ഫ്ലവേഴ്സാണ്. ഓക്കെ, ആ 3 ഫ്ലവേഴ്സ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു ഇവിടം വരെ നമുക്ക് ഈ 2 ഫ്ലവർ വരെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് ഒന്ന് വച്ചും കൂടി എടുക്കാം. ഇവിടെ ഞാനൊരു 3 എണ്ണം വെച്ചിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി സെറ്റ് ചെയ്ത് ഇവിടം വരെ സെയിം രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം കാണാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അടുത്തത് അവിടെ നിന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇവിടെ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഇടണം. ഓക്കെ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബീഡ്സ് കയറ്റിയായിരുന്നു, അതായത് ഈ വലിയ മുത്ത്. ഓക്കെ, ഇത് രണ്ടും പിരിച്ച്, അതായത് ഒരെണ്ണം റൈറ്റിലേക്കും ഒരെണ്ണം ലെഫ്റ്റിലേക്കും തിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. പക്ഷെ ബാക്കി നമ്മൾ ചെയ്യുന്നില്ലേ, അപ്പം അതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ പിരിക്കേണ്ടത് കേട്ടോ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ മാത്രം രണ്ടും 2 സൈഡിലായിട്ട് നമ്മൾ പിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് കവർ ചെയ്ത്, ഇത് 2 കമ്പി ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കവർ ചെയ്ത് പോകുന്നതല്ലായിരിക്കും. കാരണം ഇവിടെ എല്ലാം കൂട്ടുകാർ കാണുന്നുണ്ടോ, ഇവിടെ എല്ലാം നമുക്ക് പൊന്തി നിൽക്കുന്നില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു കമ്പി പൊന്തി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ആ കമ്പിയെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഇതൊന്ന് കവറിങ് ആയിട്ട് ഈ 2 കമ്പിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പോകണം കേട്ടോ. അത് കൂട്ടുകാർ ശ്രദ്ധിക്കണേ, ടൈറ്റ് ചെയ്തൊന്ന് പോകണം. ഓക്കെ, നമ്മളിങ്ങനെ ഇത് ഒന്ന് ടൈറ്റ് ചെയ്തെടുത്തു. ഓക്കെ, ഇതിങ്ങനെ വന്നിട്ടുണ്ട്.
ഇത് കട്ട് ചെയ്ത് കളയണ്ട. ഓക്കെ, ഇതാ നമ്മൾ ഇങ്ങനെ വച്ചതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇടുക. അതിന് ശേഷം എന്താ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു ഗ്യാപ്പ് വിടണം കേട്ടോ. ഓക്കെ, ഇതാ ഇങ്ങനെ. ഓക്കെ, ഇത് നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇത് അവിടെ നിർത്തുക. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഫില്ലാക്കണമല്ലോ. അപ്പോൾ വീണ്ടും എന്താ ഞാൻ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട്, അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ നിൽക്കണം കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, അതവിടെ വിടണം. നമ്മളിതാ ഇങ്ങനെ ഈ ഫ്ലവേഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഒരു ഫ്ലവർ വെച്ചു, രണ്ടാമത്തെ ഫ്ലവർ ഇവിടെ കൊടുത്തു. അപ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആ വച്ചേക്കുന്ന ജോയിനിങ് അതൊന്ന് അടിയിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്കത് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. ഇത് നമ്മുടെ ഇപ്പോൾ വന്നേക്കുന്ന കമ്പിയാണ്. ഓക്കെ, അത് കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ കുറച്ച് നീളം കുറച്ച് ചെയ്യുക. അപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാ ഇതിങ്ങനെ കമ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുന്നിലേക്കാക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പി ആദ്യം വന്നത് കണ്ടില്ലേ, അതെടുത്തിട്ട് അത് ഈ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഒരു ലോക്കിംഗ് വന്നം ഇതാ ഏകദേശം ഈ ബീഡ്സിൻ്റെ ഒരു സൈസ് നോക്കുക. അതിന് ശേഷം ഇതാ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെത്തിട്ട് നമ്മൾ ഈ ബീഡ്സിൻ്റെ ഈ ഒരു ഹോൾ കണ്ടോ, ഈ ബീഡ്സിൻ്റെ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ പയ്യെ ഒന്ന് ലോക്കാക്കി വയ്ക്കുക. ഓക്കെ, കണ്ടില്ലേ, അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി കമ്പികൾ ഉണ്ട് ഇടയ്ക്ക്, അതെല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് പോവുക കേട്ടോ. അത് നമ്മൾ ഈ ഫ്ലവർ ചെയ്തേക്കുന്നതിൻ്റെ കമ്പിയാണ്. ഓക്കെ, ഇതാ ഇനി അടുത്ത ലോക്ക് വരുന്നില്ലേ, അടുത്ത ലോക്ക് ഈ ബീഡിൻ്റെ അകത്തേക്ക്, ഈ ഹോളിൻ്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പം ഈ ഹോളിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്ത് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാ നമ്മളിങ്ങനെ കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഈ ഫ്ലവേഴ്സ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, വലിയ ലെങ്ത്ത് അതിന് വേണ്ട കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല, വലിയ ലെങ്ത്ത് അതിന് വേണ്ട. എന്നിട്ട് നമ്മൾ രണ്ട് വശവും ഈക്വലായിട്ട്, ഇപ്പം നമ്മൾ 2 ഫ്ലവറാണ് ഇപ്പുറ കൊടുത്തത്, അപ്പോൾ അതുപോലെ തന്നെ 2 ഫ്ലവർ ഇപ്പറയും കൊടുത്ത് അങ്ങനെ ലോക്കാക്കി പോരുമായിരിക്കും കേട്ടോ ഏറ്റവും എളുപ്പം. എന്നല്ല, ഭംഗി. ഓക്കെ, അതായിരിക്കും. ഇതിൻ്റെ ചെരുവൊക്കെ നമുക്ക് അവസാനം പിന്നെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇങ്ങനെ ഈ ബീഡ്സ് ഒന്ന് കൊടുത്തു പോരുക. ഇതാ ഇപ്പം ഞാൻ അവസാനം ആയിട്ട് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചൊന്ന് നീക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതാ ഇതിൻ്റെ ജോയിനിങ് വന്നത് ഇങ്ങനെ നടുക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഞാൻ ഈ കമ്പി ഇങ്ങനെ ഒരു സ്റ്റോണിൻ്റെ അകത്തേക്ക് കയറ്റാണ്. ഇതാ അപ്പോൾ ഇവിടെ ഈ സ്റ്റോൺ വരത്തക്ക രീതിയിൽ ഇതാ ഞാനൊന്ന് സ്റ്റോൺ വരത്തക്ക രീതിയിൽ എടുത്തു. അതിന് ശേഷം ഒന്ന് മുകളിലേക്കാക്കിയിട്ട് അത് അവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇതത്ര സെക്യൂർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മളൊരു ചെറിയ കമ്പി, നമ്മൾ കട്ട് ചെയ്ത കമ്പി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കമ്പി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളപ്പോൾ നമ്മുടെ ഹെയർ ബോ ടിയാര ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ നടുക്ക് ഒരു സ്റ്റോൺ ആണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ ആ സ്റ്റോണിൻ്റെ കുറച്ചൊന്നും എന്താ പറയുക, കമ്പി വെച്ച് നമ്മൾ കെട്ടി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അത് ഹെയറിലൊന്നും ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഗ്ലൂ ഒന്ന് ശരിക്കും ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ലാസ്റ്റ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ ആ കമ്പികൾ ജസ്റ്റ് ശരിക്കും ഒന്ന് കൂട്ടിക്കെട്ടി വെച്ചു. എന്നിട്ട് ആ സ്റ്റോണിലേക്ക് അതൊന്ന് കൂട്ടിക്കെട്ടി വെച്ചു. അതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ചുറ്റും ആ ഫ്ലവർ ഒന്ന് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു സ്പോഞ്ച് ഫോം ഷീറ്റ് എന്നാണ് പറയുക. ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ദാ അത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. ഫോം ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുവേ, ഫോം ഷീറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ കമ്പികളെല്ലാം കറക്റ്റായിട്ട് ഒന്ന് വയ്ക്കണം. ഓക്കെ, എങ്ങോട്ടൊക്കെയാണോ വേണ്ടത്. അതുപോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഭാഗത്ത് ഈ കമ്പി ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നേരെ ഇരിക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ അടിവശത്തെ കമ്പി കാണാമല്ലോ. അപ്പോൾ ബീഡ്സ് കാണത്തക്ക രീതിയിൽ ഒന്ന് ചെരിച്ച് വെക്കേണ്ടി വരും. ഇതാ ഇപ്പോൾ ഈ ഏരിയ എല്ലാം നമ്മൾ ഇങ്ങനെ ഒന്നും കൂടി നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി വളച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിലേക്ക് വന്നോളും. അപ്പോൾ ലൂസായിരിക്കുന്നത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്പി എങ്ങോട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊന്ന് കൊടുത്തു. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ ഒന്നും കൂടി ചുറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇത് മൊത്തത്തിലൊന്ന് കറക്റ്റായി കൊടുക്കുക. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ ഒരു സെമി സർക്കിളായിട്ടാണ് കുത്താനായിട്ട്, തലയിൽ കുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ രീതിയിലേക്ക് ഒന്ന് ഞാൻ മാറ്റി കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഇവിടെ ഒരു കമ്പികൾ ഇങ്ങനെ വച്ചിട്ടുണ്ട്. അത് വെറുതെ വിട്ടേക്കുവാണ്. അപ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടില്ലേ ഈ സ്റ്റോൺസ്, അപ്പോൾ ഇത് വെച്ചിട്ട് ഒട്ടിക്കാനായിട്ടായിരുന്നു പരിപാടി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോൺസിൽ നമ്മൾ, അപ്പോൾ സാധാരണ ഈ സ്റ്റോണിനേക്കാൾ ചെറുതായിട്ട് വേണം കേട്ടോ കമ്പി നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ആ കാര്യം കൂട്ടുകാർ ശ്രദ്ധിക്കണം. കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കമ്പിയിലേക്ക് ഒട്ടത്തക്ക രീതിയിൽ ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ചില കമ്പികൾ നമ്മളിപ്പോൾ സൈസ് നോക്കുമ്പോൾ ഒരെണ്ണം ആദ്യം ഒന്ന് ഒട്ടിച്ച് നോക്കുക. അപ്പോൾ സൈസ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ചില കമ്പികൾ നമ്മുടെ വലുതാണ്. ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ ഇത് കുറച്ച് വലുതാണ്, പിന്നെ വന്നേക്കുന്നത് ഇത് കുറച്ച് വലുതാണ്. അപ്പോൾ അങ്ങനെ നമുക്കത് നോക്കിയിട്ട് നമ്മളൊന്ന് ഒന്നും കൂടി ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെറുതായി കിട്ടുമല്ലോ, ഹോള് ചെറുതായി കിട്ടും. ഇങ്ങനെ കണ്ടില്ലേ, അപ്പോൾ അത് ചെറുതായി. ഇനി ഇത് ചെറുതായി. ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്ന ഇത് ഓക്കെ, ഇത് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കമ്പിയിലാണ് ഇങ്ങനെ ഗ്ലൂ വയ്ക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒന്ന് കമ്പിയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനത്തെ ബീഡ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഓക്കെ, ഇത് ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. സാധാരണ നമ്മൾ തുണിയിൽ വയ്ക്കുന്നത് പോലെയല്ല ഇതിൽ വെച്ച് കഴിയുമ്പോൾ. ഇതിന് നമുക്ക് ഒരു ഫെവിക്വിക്കിൻ്റെ ഒരു ഗ്ലൂവും കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഈ ഗ്ലൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് എല്ലാത്തിനും. കാരണം നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടിട്ടാണ്. ഫെവിക്വിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഒത്തിരി പേര് എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു ഫെവിക്വിക്കിൻ്റെ, സാധാ ഫെവിക്വിക്ക് അല്ല കേട്ടോ, ഫെവിക്വിക്കിൻ്റെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് ഒട്ടുന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ ആർട്ടിലൊക്കെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങി നോക്കിയില്ല. നമുക്കിനി ഒരു ദിവസം വാങ്ങിച്ചിട്ട് നോക്കി. ഇത്തവണ ചെന്നപ്പോഴത്തേക്കും പശയൊക്കെ മുഴുവൻ അവിടെ തീർന്നായിരുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കവർ ചെയ്ത് എടുക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റോൺസിൽ ഡാമേജ് ഉള്ള സ്റ്റോൺസ് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഡാമേജൊക്കെ ഉള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒട്ടിക്കുമ്പോൾ അതെല്ലാം നോക്കി പെറുക്കി എടുത്ത് കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമുക്ക് കറക്ഷൻസ് വരുത്തിയാൽ മതി കേട്ടോ. കമ്പി ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ പൊസിഷൻ കാര്യങ്ങളെല്ലാം അവസാനം നമുക്കൊന്ന് അറേഞ്ച് ചെയ്താലും മതി.
അപ്പോൾ ഈ ഒട്ടിക്കുന്ന പരിപാടിയാണ് ആദ്യം നമ്മൾ ചെയ്തു വയ്ക്കേണ്ടത്. എങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് ഒന്ന് അറിയണമല്ലോ, എവിടെയൊക്കെ നമുക്ക് കൊടുക്കണം എന്നൊക്കെയുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ആ പൊസിഷൻ ഒന്ന് കൂട്ടുകാരെ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ആ സ്റ്റോൺസ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായില്ലേ? ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഈ ബീഡ്സ് ഒന്നും കയ്യിലില്ല എങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് ഈ സ്റ്റോൺസ് ഒട്ടിച്ച് നമുക്ക് മുഴുവൻ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബീഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒന്നും കൂടി ഇതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ജോയിൻസ് കണ്ടോ, ആ കമ്പിയുടെ സൈഡിലായിട്ട് അവിടേക്ക് ഞാൻ എന്താ ഇങ്ങനെയുള്ള സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വച്ചു കൊടുക്കുകയാണ്. അത് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഒരു വി പോലെ പോയിരിക്കണം. അതിൽ സൈഡിലാണ് നമ്മൾ വയ്ക്കുവാണ് കുറച്ചും കൂടി സെക്യൂർ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു പോകും കേട്ടോ. കണ്ടില്ലേ, ഇത് ആ വി ജോയിൻ വരുന്ന സ്ഥലത്ത് ഓക്കെ ഇതാ അവിടെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ജോയിനിങ്ങിൻ്റെ ആ ഒരു വൃത്തികേടെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ഇതാ ഞാൻ അവിടെ കൊടുത്തു. അതിന് ശേഷം നിങ്ങളൊരു ഡാർക്ക് പ്രതലത്തിൽ വച്ച് നോക്കണം കേട്ടോ ഇതുപോലെ. അപ്പം നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഒരു കറക്ഷൻ വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അതിന് ശേഷം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതാ ആ വി പോലെ പോകുന്നിടത്ത് ഈ സ്റ്റോൺസ് അങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹെയർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് കളറല്ലേ, അപ്പോൾ ബ്ലാക്ക് കളറിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഗ്ലോ ആവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കൂട്ടുകാർ തീർച്ചയായിട്ടും ഒരെണ്ണം ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇതാ അങ്ങനെ ഈ ഒരു വശത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ഏരിയയിൽ ഒന്നും കൂടി എനിക്ക് കറക്ഷൻ തോന്നി. ഈ ഡിസൈനിങ് പരിപാടി അങ്ങനെയാണ് കേട്ടോ, സമയം ഇങ്ങനെ പോകുന്നതേ അറിയത്തില്ല. നമ്മളിങ്ങനെ ചെയ്ത് വരും. കുറേ കഴിയുമ്പോഴായിരിക്കും അയ്യോ കസ്റ്റമർ പറഞ്ഞ റേറ്റൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പം ഡിസൈനിങ് ഫീൽഡിലുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഇവിടെയും ഒന്ന് കൊടുക്കുവാണ് ഒരെണ്ണം. അപ്പോൾ നമുക്ക് ആ കമ്പി നമ്മുടെ കുറേ ചുറ്റിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്കൊരു വൃത്തികേടെന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്ക് ഈ സ്റ്റോൺ അങ്ങ് കൊടുത്ത് ഫില്ലാക്കുക. ഓക്കെ, അപ്പോൾ അത് മാറി കിട്ടുകയും ചെയ്യും, ഒരു കംപ്ലീറ്റ് ലുക്ക് അതിന് വരികയും ചെയ്യും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗോൾഡൻ ആണ് വേണ്ടതെങ്കിൽ ആ ഗോൾഡൻ ഇത് തന്നെ ഫുൾ എല്ലാ കാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഉൾപ്പെടെ ഗോൾഡൻ ആയിട്ട് ചെയ്യുക. ഞാൻ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കറക്ഷനുള്ള ഭാഗങ്ങൾ ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ടിയാര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടിയാര ഓക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ഭയങ്കര ഗ്ലോ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭയങ്കര ഗ്ലോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു കമ്പി കണ്ടില്ലേ, ഈ ഒരു കമ്പി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിലേക്കും ഇവിടെ ഉണ്ട് കമ്പി, അതിലേക്കും നമ്മൾ ഇർക്കിളി സ്ലൈഡ് എന്തെങ്കിലും കുത്തിയിട്ട് നമ്മളിങ്ങനെ വയ്ക്കുക. ഞാൻ ജസ്റ്റ് മുടി വെച്ചൊന്ന് കാണിച്ചായിരുന്നു, കണ്ടില്ലേ, ഇങ്ങനെ കുത്തി വയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അഴിച്ചിടുമ്പോഴും നമ്മൾ ബാക്ക് സൈഡിലും ഒക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോയ് ആണിത്, അല്ല ടിയാരയാണിത്. അപ്പോൾ ഇതെല്ലാം വളരെ കോസ്റ്റിലാണ് നമ്മുടെ എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്കിതെല്ലാം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂവ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇത് തീർച്ചയായിട്ടും ഒരെണ്ണം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ട്, അപ്പോൾ മാരേജിനൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഇതുപോലത്തെ ഒരെണ്ണമൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇത് എന്നിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കൂടിൽ ഇട്ടിട്ട് സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും പോകത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതുപോലത്തെ ഉണ്ടാക്കി നോക്കുക.
ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇത് നമുക്ക് അത്യാവശ്യം ഒരു ബ്രൈഡൽ വെയർ ഒക്കെ ആക്കാം കേട്ടോ. നമുക്കൊരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നൂത്തി വെച്ചിട്ട് അത്യാവശ്യം നമുക്കൊരു ഡിസൈനർ വെയർ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഐഡിയാസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. പ്ലെയിൻ ആയിരിക്കണം ടോപ്പെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ജസ്റ്റ് നേരെ വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഐഡിയാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും യൂസ്ഫുൾ ടിപ്സും ഐഡിയാസും വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. ബൈ.